ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മുഹമ്മദ് ആകുന്ന പ്രവാചകനെ നിന്ദിക്കുന്ന ചില ആളുകളുണ്ട്. മുഹമ്മദ് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ ഈ മുസ്ലിം സമൂഹത്തിലുണ്ട്. മുഹമ്മദ് ഒരു പ്രവാചകനല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുഹമ്മദ് നിരക്ഷനാണ്, എഴുത്തും വായനയും അറിയില്ലാത്തവനാണെന്ന് പറയുന്ന ഇസ്ലാമിക ബദ്ധവൈരികൾ നമ്മുടെ രാജ്യങ്ങളിലും നാടുകളിലും ലോകമെമ്പാടുമുണ്ടല്ലോ. അവരെയൊക്കെ തക്കമായ രീതിയിൽ അള്ളാഹു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ പല ആളുകളും സമൂഹത്തിൽ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ ആര് എവിടെ വെച്ച് വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് മറുപടി കൊടുക്കാതെ അള്ളാഹു ഒരിക്കലും പോയിട്ടില്ല. വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നവൻ നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ. കുറച്ചാളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ കേൾക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ്. ഹദീസുകൾ ഇങ്ങനെ വാതോരാതെ പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെയോ അവിടുത്തെ ശരീരത്തിൽ ഇറ്റുവീഴുന്ന വിയർപ്പിന് കസ്തൂരിയേക്കാൾ ഗന്ധമുണ്ട് പറയുന്നതോ, അവിടുത്തെ ശരീരത്തിന്റെ മുഅ്ജിസത്തുക്കളും അവിടുത്തെ അത്ഭുത സിദ്ധികളും പറയുന്നതൊന്നും ചില ആളുകൾക്ക് താല്പര്യമില്ല. നബിതങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നത് നബിതങ്ങളുടെ എല്ലാ വിശേഷങ്ങളെ പറ്റി വിശ്വസിക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ നോക്കിയോളൂ, അവഗണനയുടെ ഭാഷ പറഞ്ഞു വലീദ് ഇബ്നു മുഗീറ എന്താ പറഞ്ഞെന്നറിയോ? ലമ്മാ ആബൽ വലീദുൻ നബിയ കാദിബാ ബിസ്മിൻ വാഹിദിൻ വഹുവൽ മജ്നൂൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലീദ് ഇബ്നു മുഗീറ കള്ളനെന്ന് വിളിച്ചു. പോരാത്തതിന് ഭ്രാന്തനെന്നും കൂടി വിളിച്ചപ്പോ സമ്മാഹുല്ലാഹു തആല ബിഅശറതി അസ്മാഇ സാദിഖാ. ഒറ്റ പ്രാവശ്യം നബി തങ്ങളെ കള്ളനെന്ന് വിളിച്ചപ്പോ, ഭ്രാന്തനെന്ന് വിളിച്ചപ്പോ 10 വട്ടമാണ് അല്ലാഹു വലീദ് ഇബ്നു മുഗീറയെ അവഹേളിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തിറക്കിയത്. നബി സാധാരണ മനുഷ്യനാണ്. നബി തങ്ങളെ പറ്റിയിട്ട് പാടി പുകഴ്ത്തുമ്പോഴും നബി തങ്ങളെ പറ്റിയിട്ട് മദ്ഹ് പറയുമ്പോഴും ഖൽബിലുണ്ടാകുന്ന ആനന്ദം എത്രയാണോ. എൻ്റെ സഹോദരങ്ങളോട് ഇന്ന് ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം, ആരെങ്കിലും മുത്ത് നബി തങ്ങളെ പറ്റി നമ്മളോട് അവഹേളിച്ചു പറഞ്ഞാൽ അവനോട് മിണ്ടരുത്, മാറി നിൽക്കാൻ പറയണം നമ്മൾ. അല്ലാഹു വെറുതെ വിടൂല്ല. എടാ കള്ള എന്ന് വിളിച്ചപ്പോ, ഭ്രാന്തനെ എന്ന് വിളിച്ചപ്പോ അല്ലാഹു പറഞ്ഞ ആയത്ത് കണ്ടോ? വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ സനസിമുഹു അലൽ ഖുർതൂം. മക്കക്കാർ അന്തം വിട്ടുപോയി. വലീദ് ഇബ്നു മുഗീറയുടെ ഫാൻസ് ആയിരുന്നു മക്കയിലുണ്ടായിരുന്നവര്. മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ചപ്പോ, നബി തങ്ങളെ കളിയാക്കിയപ്പോൾ കൂടെയുള്ള ഫാൻസുകാരെല്ലാം സന്തോഷിച്ചപ്പോ അള്ളാന്റെ ഖുർആൻ ഇറങ്ങി. നബിയേ വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ, ഈ വലീദ് മുഗീറ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനെ അങ്ങ് പിൻപറ്റരുത് നബിയേ. ആ വാക്ക് നിങ്ങൾ ചെവിക്കൊള്ളരുത് യാ റസൂലല്ലാഹ്. എന്താ പറഞ്ഞത്? കുല്ല ഹല്ലാഫിൻ, എന്തു പറഞ്ഞാലും സത്യം ചെയ്യുന്നവനാണവൻ. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞാലും അവൻ ആണയിട്ട് പറയുന്നവനാണവൻ. കുല്ല ഹല്ലാഫിൻ മഹീൻ, പറയുന്നത് മുഴുവനും പച്ച നുണയാണ് നബിയേ. ആർക്കും അറിയില്ല.
ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം. അവൻ ഹമ്മാസാണ് നബിയേ, അവൻ കുത്തുവാക്ക് പറയുന്നവനാണ് നബിയേ. അല്ലാഹു നിർത്തിയില്ല, മശ്ശാഇൻ ബിനമീം, ഏഷണിയും പരദൂഷണവും കുത്തുവാക്കും പറയുന്നവനാണ് നബിയേ. ജനങ്ങളുടെ ഇടയിൽ അവൻ പെട്ടുപോയാൽ അവൻ അപ്പോഴേ ഏഷണിയുടെ ആളാണ് നബിയേ. മാത്രമല്ല മന്നാഇൻ ലിൽ ഖൈരി, എന്ത് നന്മയുണ്ടോ, എവിടെയെല്ലാം നന്മയുണ്ടോ അതെല്ലാം തടയുന്നവനാണ് നബിയേ. മാത്രമല്ല മുഅ്തദിൻ അസീം, അവൻ ജനങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്നവനാണ് നബിയേ. അസീം, ഹറാം ചെയ്യാൻ വല്ലാതെ വ്യഗ്രതയുള്ളവനാണ് നബിയേ. ഉത്തുല്ലിൻ, നല്ല പരുപരുത്ത സ്വഭാവമുള്ളവനാണ് നബിയേ. എന്നിട്ട് അള്ളൊരു ഭാഷയും കൂടി പറയുന്നുണ്ട്, ബഅദദാലിക സനീം, അവൻ പിഴച്ചുണ്ടായവനാണ് നബിയേ. അവൻ പിഴച്ചു പെറ്റവനാണ് നബി എന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറഞ്ഞപ്പോൾ മക്കക്കാരി ആയത്ത് കേട്ടപ്പോൾ സ്തബ്ധിച്ചു പോയി. അള്ളാഹുവിന്റെ റസൂൽ ഖുർആന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു. വലീദ് ഇബ്നു മുഗീറ നേരെ എവിടെ പോയെന്നറിയുമോ? തന്റെ ഉമ്മയുടെ അടുക്കൽ ചെന്നു. അന്നഹു ദഖല അലാ ഉമ്മിഹി, തന്റെ ഉമ്മയുടെ അടുക്കൽ ചെന്നുകൊണ്ട് വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നവൻ പറയുന്നു, ഇന്ന മുഹമ്മദൻ വസഫനി ബി അശറതി ഔസാ, ഉമ്മാടെ കഴുത്തിലാണ് കത്തി വെച്ചിരിക്കുന്നത്. തള്ളേ, നിങ്ങൾ പറഞ്ഞത് കേട്ടോ, ഞാൻ പറഞ്ഞതിന്റെ പകരം സത്യസന്ധമായി നിങ്ങൾ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. മുഹമ്മദ് എന്നെ പറ്റിയിട്ട് 10 വിശേഷണം പറഞ്ഞിട്ടുണ്ട്. 9 ഞാനുള്ളവനാണ്. 9 സ്വഭാവം മുഹമ്മദ് പറഞ്ഞത് എനിക്കുണ്ട്. എന്നിട്ട് നമുക്ക് വിശ്വസിച്ചില്ല. 9 സ്വഭാവം എനിക്കുണ്ട്, എന്നിട്ട് മുഹമ്മദിനെ വിശ്വസിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഉമ്മ, ഏ പെണ്ണേ, ഉമ്മാനെ വിളിക്കുകയാണ്. എനിക്കൊരു യാഥാർത്ഥ്യം അറിയണം. മുഹമ്മദ് പറഞ്ഞത് ഞാൻ പിഴച്ചു പെറ്റവനെന്നാണ്. ആ പിഴച്ചു പെറ്റ കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞില്ലെങ്കിൽ തള്ളേ, നിങ്ങളുടെ തല ഞാൻ വെട്ടിമാറ്റുന്നതാണ്. ഇത്ര വൃത്തികെട്ടവന്മാരാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ ബദ്ധവൈരികൾ? അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തവരുടെ സ്വഭാവ ഗുണങ്ങളാണിത്. ആ സമയത്താണ് വലീദ് ഇബ്നു മുഗീറയുടെ മാതാവ് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന അബാക ഇന്നീൻ, നിന്റെ വാപ്പ ഒരു ഷണ്ടനായിരുന്നടാ. വഖിഫ്തു അൻ യമൂത ഫയസിലുൽ മാലു ഇലാ ഗൈരി വലദിഹി, ഞാനും നിന്റെ വാപ്പയും മരണപ്പെട്ടാൽ, നിന്റെ ഭർത്താവ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മുഴുവനും വേറെ ഒരാളിലോട്ട് മാറുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നിട്ടോ ഫദഅഉതു റഅയ്യാ, ഞാനൊരു ആട്ടിട എന്റെ അടുക്കലോട്ട് ആരും കാണാതെ പോയി. ഈ ദുനിയാവിൽ ഇന്ന് വരെ അതാർക്കും അറിയുമായിരുന്നില്ല. ഫഅന്ത മിൻ ദാലിക റായി, നീ ആട്ടിട എന്റെ മകനാണ്. കൈവിറച്ചു പോയി. വലീദ് ഇബ്നു മുഗീറ സ്തബ്ധനായി പോയി. തന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി. മക്കക്കാരുടെ മുന്നിൽ നാണം കെട്ടുപോയി. വലീദ് ഇബ്നു മുഗീറയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പക 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. പക്ഷേ ശരീരം തളർന്നു പോകുന്നു, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വർത്തമാന കാലഘട്ടത്തിലും റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തുന്നവര്, അവഹേളിക്കുന്നവര്, TV ചാനലിന്റെ മുകളിൽ കയറിയിട്ട് റസൂലുള്ള 10 കെട്ടി 11 കെട്ടി എന്ന് പറയുന്നവര് സമൂഹത്തിൽ പിഴച്ചു പെറ്റവരാണ്. ഖുർആൻ തെളിവാണ്.